ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെടിയൊക്കെ വെക്കുന്ന വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചെടി എന്ന് പറഞ്ഞാൽ വേറൊന്നല്ല, നമ്മുടെ ആമ്പല് ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു പോട്ട് ഒരു 2 വർഷമൊക്കെ മുൻപായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ കൊറ്റീനൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് സിമൻറ്റ് പോട്ടിൽ വെള്ളമൊക്കെ നിറച്ച് മീനൊക്കെ വളർത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം മീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അത്രയൊന്നും മീനില്ല, അപ്പോൾ കുറച്ച് മീനൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് പോട്ടിൻ്റെ അവസ്ഥ. ഏകദേശം ഒരു 2 വർഷത്തോളമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ പോട്ട് ഇങ്ങനെ വാങ്ങി വെച്ചിട്ട്. അപ്പോൾ ഒരു ചെടി മേടിച്ച് വെക്കണമെന്ന് വലിയൊരു മോഹമായിരുന്നു, ഒരു ആമ്പൽ ചെടി ഇങ്ങനെ വാങ്ങി വെക്കണം എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇപ്പോഴാണ് അത് സാധിച്ചത്. ഇങ്ങനെ ഓരോ കാരണങ്ങളായിട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറിയിട്ട് പോവുമായിരുന്നു. അപ്പോൾ ഈ ഒരു ചെടി വാങ്ങി വെച്ചപ്പോൾ വളരെ ഒരു കൗതുകം തോന്നി കേട്ടോ. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം പൂമൊട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. വാങ്ങിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഇതുപോലെ ഇങ്ങനെ പൂവൊക്കെ വിടരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ നല്ലൊരു ആമ്പല് പൂവൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു മനസ്സിനൊക്കെ നല്ല സന്തോഷം തോന്നും. ഇതുപോലെ കുഞ്ഞു കുഞ്ഞു മൊട്ടുകളൊക്കെ അതിൽ വീണ്ടും വിരിയാനൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോന്നായിട്ട് വിരിയണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉണ്ട്. അപ്പോൾ മീനുകളൊക്കെ ഒരുപാടൊക്കെ പോയി, ഓരോ പക്ഷികളൊക്കെ വന്ന് പിടിച്ചു കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്തിട്ട് തോന്നണു ഇങ്ങനെ കുറഞ്ഞു വരികയൊക്കെയാണ് ചെയ്തിട്ട്. പിന്നെ അതൊക്കെ കൊറ്റിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൊറ്റിയൊക്കെ ഒന്ന് ആകെ കളർ ഭംഗിയില്ലാതെ ഇരിക്കണം. അപ്പോൾ ഈ കൊറ്റീനൊക്കെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം എന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിലുണ്ട് കേട്ടോ. കൊറ്റീനെ ഭംഗിയാക്കി എടുക്കുന്നതൊക്കെ ചെറിയൊരു രീതിയിൽ ഇങ്ങനെ ഒന്ന് പെയിൻ്റ് അടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അക്രിലിക് പെയിൻറ്റ് തന്നെയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ അതാ ഈ പോട്ടിലെ വെള്ളമൊക്കെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മുക്കി കളഞ്ഞ് മാറ്റായി ക്ലിയറാക്കി എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അത് എടുക്കുമ്പോൾ ഞാനിങ്ങനെ ചെടികളുടെയൊക്കെ കടക്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുക. പിന്നെ വീണ്ടും വെള്ളത്തിൽ ഒഴിച്ച് നിറയ്ക്കുകയൊക്കെ ചെയ്യുക. വല്ലപ്പോഴും മാത്രം മുഴുവനും വെള്ളം കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയുള്ളൂ കേട്ടോ. മീനൊക്കെ ഉള്ളതല്ലേ, മീനുകൾക്ക് ഇങ്ങനെ എപ്പോഴും മാറ്റുമ്പോൾ അതിങ്ങനെ അതിന് ബുദ്ധിമുട്ടായെങ്കിലും വിചാരിച്ചിട്ടാണ് കേട്ടോ. മീൻ പെട്ടെന്ന് ചത്തുപോവുകയൊക്കെ ചെയ്യും, കുഞ്ഞു കുഞ്ഞു മീനുകളല്ലേ. അപ്പോൾ ഇതാ ഈ പോട്ടിലെ ചെടിയെടുത്ത് ഞാൻ ഈ സിമെൻറ്റ് പോട്ടിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് പോട്ടിലാണ് ചെടിയുള്ളത്. അപ്പോൾ നമ്മൾ വാങ്ങുന്ന നഴ്സറിയിൽ ആ ചേച്ചി പറഞ്ഞത് ആ പ്ലാസ്റ്റിക് പോട്ടോട് കൂടിയിട്ട് നമുക്ക് സിമെൻറ്റ് പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ ഞാനിത് സിമെൻറ്റ് പോട്ടിൻ്റെ അടിവശത്തായിട്ട് ഒരു ഇഷ്ടികയൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഈ പ്ലാസ്റ്റിക് പോട്ടിൽ ചെടിയോട് കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചെടി ഇങ്ങനെ വെള്ളത്തിൽ സെറ്റായതിന് ശേഷം പിന്നെ നമുക്ക് സിമെൻറ്റ് പോട്ടിൻ്റെ അടിവശത്ത് കളിമണ്ണൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെടി അതിലേക്ക് പിന്നെ പ്ലാസ്റ്റിക് പോട്ടിൽ നിന്ന് എടുത്ത് വെച്ച് കൊടുത്താൽ മതി എന്നാണ് കേട്ടോ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ് ആദ്യം ഈ വെള്ളത്തിലൊക്കെ ഒന്ന് സെറ്റായി കിട്ടുന്നുണ്ടോ നോക്കട്ടെ. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പൂവക്കളൊക്കെ വിരിയുന്നുണ്ട്. ഒരു മുട്ടൊക്കെ ഇങ്ങനെ ഒന്ന് ചീഞ്ഞ് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. പിന്നെ അതാ കുറച്ചുകൂടി വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ച് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഇങ്ങനെ വെള്ളത്തിലൊരു മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണ്ടേ ചെടി നിൽക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ആമ്പൽ ചെടി പറഞ്ഞാൽ വളരെ ഒരു കൗതുകമായിട്ട് തോന്നി കേട്ടോ. ഞാൻ ഒരുപാട് ദൂരെയൊക്കെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ടേ കണ്ടിട്ടുള്ളൂ. ഇത്ര അടുത്ത് വെച്ച് കൈ കൊണ്ട് തൊടുന്നൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കുളത്തിലൊക്കെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇത്ര അടുത്ത് വെച്ച് കൈ കൊണ്ട് തൊട് ഒന്നും പിടിച്ച് നോക്കുകയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പം ആദ്യമായിട്ട് കാണുമ്പോൾ അതിൻ്റേതായ ഒരു കൗതുകമുണ്ട്. നല്ലൊരു ഭംഗിയാണ്, നല്ലൊരു പോസിറ്റീവ് എനർജിയാണ്. പിന്നെ ഇതുപോലെ മീനുകളൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ മീനുകൾക്ക് അതൊരു നല്ലൊരു തണലും കൂടിയാണ്. വേനൽക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ ഇങ്ങനെ ചൂടായിട്ട് കിടക്കുമ്പോൾ മീനുകൾക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. അപ്പോൾ മീനുകൾക്ക് ഇങ്ങനെ ഇലകളുടെ അടിയിലൊക്കെ ചെന്ന് ഇങ്ങനെ ഇരിക്കാമല്ലോ, നല്ലൊരു തണവിനും കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ചെടി മേടിച്ച് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതാ കൊറ്റീനെയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ആകെ ഇങ്ങനെ കറുത്ത പോലെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കളറൊക്കെ മങ്ങി മഴക്കാലമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ആകെ ഇങ്ങനെ ഒരു പൊടി പിടിച്ച പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ പൊടിയൊക്കെ ഒരു പഴയ തുണി എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ആക്രിലിക് പെയിൻ്റാണ് എടുക്കുന്നത്, ഒരു വൈറ്റ് കളർ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആക്രിലിക് പെയിൻ്റ് ആണെങ്കിലും മഴയും കൊണ്ടാലും വെള്ളമായാലും ഒന്നും അങ്ങനെ ഒലിച്ച് പോകുന്നില്ല. ഇപ്പോൾ ഈ കൊറ്റിയുടെ താഴെ കാണുന്ന ഗ്രീൻ കളർ ഞാനത് ഫസ്റ്റ് കൊറ്റീനെ വെക്കുന്ന സമയത്ത് ആക്രിലിക് പെയിൻറ്റ് കൊടുത്ത് തന്നെയായിരുന്നു കേട്ടോ. മൊത്തത്തിലൊരു വൈറ്റ് കളർ തന്നെയായിരുന്നു കേട്ടോ. കൊറ്റിയുടെ കൊക്കിന് ഇങ്ങനെ ഒരു റെഡ് കളറിന് പകരം ഒരു യെല്ലോ കളറായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റെ ഇഷ്ടത്തിന് ഒരു റെഡ് കളറായിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ യെല്ലോ കളറിനെ കാട്ടി ഇഷ്ടം ഒരു റെഡ് കളറായിട്ട് തോന്നി. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് മാറ്റിയെടുത്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് നമ്മുടേതായ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താമല്ലോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ആക്രിലിക് പെയിൻറ്റ് പകരം ഇനാമൽ പെയിൻ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാം കേട്ടോ. ഇനാമൽ പെയിൻറ്റ് തന്നെയാണ് ഒന്നുകൂടി നല്ലത്. ആക്രിലിക് പെയിൻ്റ് ആകുമ്പോൾ കുറച്ച് കൂടുതലൊക്കെ ഇങ്ങനെ, എന്നാലും കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഒരു പഴയ ഐലൈനർ എടുത്തിട്ട് കൊറ്റിയുടെ കണ്ണൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വളരെ നൈസായ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ ബ്ലാക്ക് കളർ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ഒരു ഐലൈനർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതാകുമ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ 2 കണ്ണുകൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, നല്ല നീറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ കൊക്കിലൊക്കെ ഞാനിങ്ങനെ റെഡ് കളറൊക്കെ കൊടുത്ത് ഒന്ന് കൂടി നീറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ നമ്മുടെ കൊറ്റീനെയൊക്കെ നല്ല ഭംഗിയുള്ളൊരു സുന്ദര കുട്ടപ്പന്മാരാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ മറ്റേ കൊറ്റീനെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ 2 കുറ്റികളും നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. പഴയതുപോലെ തന്നെ നല്ല നീറ്റായി സുന്ദരക്കുട്ടപ്പന്മാരായിട്ടുണ്ട്. പിന്നെ അത് കുറ്റിയുടെ കാലിനൊക്കെ ഞാനൊരു ബ്രൗൺ കളർ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കി വരുന്ന ബ്രൗൺ കളർ ഞാനിങ്ങനെ ഗ്രീൻ കളറുമ്പോൾ ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒന്നായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്രീൻ കളർ അങ്ങനെ ഇളകി പോയിട്ടൊന്നുമില്ല, എന്നാലും ഞാനിങ്ങനെ ചെറുതായി പോയ ഭാഗത്തൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത കൊറ്റീനെ നീറ്റാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മീനിനെ ആമ്പല് ചെടീനെയൊക്കെ നോക്കാനുള്ള കാവൽക്കാരായിട്ട് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഭംഗി തന്നെയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലുള്ള ചെടികളൊക്കെ വാങ്ങി വെക്കാൻ നോക്കും കേട്ടോ. അപ്പോൾ വലിയ രീതിയിൽ അല്ലെങ്കിലും ചെറിയൊരു രീതിയിലൊക്കെ ചെടികളും പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി തന്നെയാവും കേട്ടോ തരിക. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് തരണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്